ഹലോ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോട്ടിൽ കഴുകിയെടുക്കാനും സ്റ്റിക്കർ പോകാനും ഒക്കെ നല്ല പാടാണ്. എന്നിട്ട് നമ്മൾ ആക്രിലിക് കളർ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇനി വൈറ്റ് കോട്ട് ഇങ്ങോട്ട് മൊത്തത്തിലായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. വൈറ്റ് കോട്ട് എന്ന് വെച്ചാൽ നമ്മൾ 2 കോട്ട് അടിക്കുക. ഞാനിപ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ 1 കോട്ടേ അടിച്ചിട്ടുള്ളൂ കേട്ടോ. 1 കോട്ടും കൂടെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അടിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ എനിക്ക് പെയിൻറ്റും കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ 1 കോട്ടിൽ അങ്ങ് നിർത്തി. പിന്നെ വെള്ളം ചേർത്താണ് ഞാൻ പിന്നെ 1 കോട്ടും കൂടെ അടിച്ചെടുത്തത്. എങ്ങനെയൊക്കെ കുപ്പിയിൽ ഒത്തുപൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞാനാണെങ്കിൽ ആ വൈറ്റ് പെയിൻറ്റ് ബോട്ടിലിൽ നിന്ന് എടുത്ത് എങ്ങനെയൊക്കെയാണ് 1 കോട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ വൈറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണോ എടുക്കാം. ഞാൻ പിന്നെ വൈറ്റ് എടുത്തതന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറിനെ നമ്മൾ ബ്രഷിനെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് നമ്മളിതിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് കളർ വേണോ നമുക്ക് അതിൽ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലൂ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ ഞാൻ ഇതിലോട്ട് പച്ചയും കൂടെ എടുത്തിട്ടുണ്ട്. പച്ചയും പിന്നെ റെഡും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡും മഞ്ഞ, പച്ച, ഓറഞ്ച് എന്നിങ്ങനെ കുറേ കളേഴ്സ് എടുക്കാം. എൻ്റെ ഉള്ള കളർ വെച്ചിട്ട് ഞാനിതിനൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ റെഡ് എടുത്തു. റെഡ് എല്ലാം ചരിച്ചിടുക കേട്ടോ. ചരിച്ചൊരു പൂവിൻ്റെ ഇതളിൻ്റെ ഒരു രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനാണെങ്കിൽ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളടുത്ത് യെല്ലോയും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടത്. യെല്ലോയും ഇട്ട് കൊടുത്തു. ഇതാണ് ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.